നമ്മളിപ്പോൾ തേക്കിൻകാട് മൈതാനിയിലാണ് നിൽക്കുന്നത്. ആത്മാവ് എന്ന സിനിമയിൽ അഭിനയിച്ച കുറച്ച് ചെറുപ്പക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളുമായി ഒത്തുചേരാം. സൂപ്പർ സിനിമ ഹലോ, ഞാൻ ഹാഷി. നിങ്ങള് ആത്മാവെന്ന സിനിമയിൽ അഭിനയിച്ച ചെറുപ്പക്കാരാണ്. ഞാൻ നിങ്ങളെ കൊണ്ട് പരിചയപ്പെടാൻ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ എഴുതിയിട്ട് വന്നതാണ്. പേര് അതുൽ. വിപിൻ ബാലൻ, വിനീഷ് ഭാസ്കർ, അപ്പോ സിനിമയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? വളരെ സന്തോഷം. ഞങ്ങൾ ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരുപാട്, അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നിരുന്ന നമ്മുടെ സിനിമ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഈ സിനിമ ചെയ്യാനുണ്ടായ കാരണം, നമ്മൾ അതിലേക്കൊക്കെ എങ്ങനെ എത്തിപ്പെട്ടു എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ട് ചോദിച്ചും പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കുകയും മാത്രമല്ല അടുത്ത സിനിമയിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പരസ്പരം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ബിനീഷിനോടാണ്, എങ്ങനെയാണ് ഈ കൂട്ടായ്മയിലേക്ക് എത്തിപ്പെട്ടത്? കൂട്ടായ്മയിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ഒരു മോഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ സുമേഷ് ഉണ്ണിയുടെ എൻ്റെ കഥ നിൻ്റെയും എന്ന് പറയുന്ന ആത്മാവിൻ്റെ മുന്നേ ചെയ്തിരുന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നു. അതിൽ ചെറിയൊരു ക്രൗഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ആത്മാവിലേക്ക് വന്നത്. അപ്പോൾ ഇതിലുള്ള എല്ലാവരും പുതുമുഖങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, വരുമാനം നമുക്ക് അതിൽ നിന്ന് ഇല്ലെങ്കിലും നമ്മുടെ ആഗ്രഹം ചെയ്യലാണല്ലോ നമുക്കൊരു മെയിനായിട്ടൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടതെന്ന് പറയാം. ഈ ആത്മാവ് എന്ന സിനിമയിലെ കഥാപാത്രത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾക്ക് അതിൽ പ്രതീക്ഷയുണ്ടോ? എങ്ങനെയാണ് താങ്കളുടെ കഥാപാത്രത്തെ നോക്കി കാണുന്നത്? വളരെയധികം പ്രതീക്ഷയുണ്ട്. എന്താ വെച്ചാൽ കഥാപാത്രത്തെ കുറിച്ച് എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ. നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്കത് ആരാണ് സിനിമ അഭിനയിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർ എന്നുവെച്ചാൽ എല്ലാവരും, നമ്മൾ ഇത് കൊച്ചു മുതൽ വലിയ ആൾക്കാർ വരെ സിനിമ പ്രാന്തായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സ്ക്രീനിൽ മുഖം കാണിക്കാൻ പറ്റാന്നുള്ളത്, അതിൽ സംസാരിക്കാൻ പറ്റാന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ്. അതിന് എന്തോരം ആൾക്കാരാണ് നമുക്ക് അതിന് വേണ്ടി നടക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു പടത്തിലേക്ക് ഈ സുമേഷ് സാർ ഒരു അവസരം തരുമ്പോൾ നമ്മൾ അത്രയും ഒരു ആഗ്രഹമാണ് അതിൽ വന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞാൽ തീരാത്ത സന്തോഷമുണ്ട് ഈ ഒരു പടത്തിലേക്ക് വരികയാണ്, ഒരു ഭാഗമാവുന്നു. ഇതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊരു സന്തോഷം നമുക്ക് വേറെ ഇല്ല. ഈ പടത്തിനെ കുറിച്ചിട്ട് ഇതിൽ ചെയ്യുന്ന കഥാപാത്രം നായകപ്രാധാന്യമുള്ളതാണോ അതോ എങ്ങനെയാണ്, നെഗറ്റീവ് റോളാണോ, എങ്ങനെയാണ്? അല്ല, ഒരു നല്ലൊരു കഥാപാത്രം, ഒരു നായക കഥാപാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിട്ടുണ്ട്. നല്ല 5 കഥാപാത്രമാണ് ഇതിലുള്ളത്. അതിലും അത്ര നല്ലൊരു വേഷം നമുക്ക് തന്നു. നമ്മളത് എങ്ങനെയാണ് അതിൻ്റെ ആൾക്കാരെ മുന്നിലെത്തിക്കുക, നല്ല രീതിയിൽ ചെയ്യുക. പരമാവധി നമ്മൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. പിന്നെ നമ്മളെല്ലാവരും പുതുമുഖങ്ങളാണ്, നമ്മളെ അവസരങ്ങൾ കിട്ടി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതുണ്ട്, അത് അതിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആത്മാവ് എന്ന സിനിമയെ കുറിച്ചിട്ട് വാദോരാതെ സംസാരിച്ചു. ആത്മാവ് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞു പുതിയ പ്രൊജക്റ്റ് വരുന്നു എന്ന് പറഞ്ഞു. അടുത്ത പ്രൊജക്റ്റ് എന്താണ് അതിൻ്റെ ഒരു കഥാതന്തു? നിങ്ങൾക്ക് അത് എത്രത്തോളം പ്രതീക്ഷ തരുന്നുണ്ട്? ആരാണ് അതിൻ്റെ സംവിധായകൻ, ഡയറക്ടർ, അതുപോലെ തന്നെ റൈറ്റർ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വേഷം? അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് എന്നാണ് ഫിലിമിൻ്റെ പേര്. അത് ഫുൾ ആക്ഷൻ സിനിമയാണ്. അത് ഇതിൽ ഉള്ള എല്ലാവരും ഉണ്ട്. പിന്നെ പുതുമുഖ ഒരു ഹെവി ഐറ്റാണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളിതുവരെ കാണാത്ത ഒരു ആക്ഷനാണ്, ഫൈറ്റ്, ശരിക്കും ആളുകളെ ത്രസിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഹെവി ഐറ്റാണ്. ഇപ്പം ചെയ്ത പടത്തിനേക്കാളും നമ്മൾ ഒന്നുകൂടി കുറച്ചും കൂടി മൂവിയാണ്. ഒരു ഫൈറ്റിനാണ് നമ്മൾ കൂടുതൽ ശാരീരികമായും മാനസികമായിട്ടും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. അതിന്റെ വർക്കുകൾ കാര്യങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഫിറ്റ്നസ് കൂടി കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനായിട്ട്. സുമേഷ് ഉണ്ണി ഫിലിംസിന്റെ പേരിൽ ഒരു കുരുതികളം എന്ന് പറഞ്ഞിട്ട് സിനിമ അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്
ഇനി കുറച്ച് ആർട്ടിസ്റ്റും കൂടി നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതും കൂടി കിട്ടിയാലേ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ. അതിന് സ്ക്രിപ്റ്റും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അത് നായക പ്രാധാന്യമുള്ളതാണോ അതോ നായിക പ്രാധാന്യമുള്ള സിനിമയും 3 ജേണറിലാണ് പോകുന്നത്. അത് ഒരേ പാറ്റേൺ അല്ല, അത് ഒറ്റ പാറ്റേൺ അല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഓരോ സിനിമയും വളരെ വ്യത്യസ്തമായിട്ട്. ഇപ്പൊ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ആക്ഷനാണ്. ഫുൾ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയമില്ലാത്തൊരു സംഭവമാണ്. അത്രയ്ക്കും ക്രൂവലായിട്ടുള്ള അത്രയും ഒരു അങ്ങനത്തെ ഉണ്ണിസാറിന്റെയാണ് ഡയറക്ഷനിലും ഉണ്ണിസാറിന് തന്നെയാണ്. ഒരു കുരുതിക്കളത്തില് നമ്മുടെ നായികയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. നായിക കുറച്ചും കൂടി ഒരു ഇപ്പോൾ 2-3 പേര് വന്നിരുന്നു, പക്ഷെ അതങ്ങോട്ട് സെറ്റായില്ല. അപ്പൊ നിങ്ങള് നായികയെ തേടി നടക്കുകയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. വരും, നല്ലൊരു നായികനെ കിട്ടിയാൽ എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാ കാര്യങ്ങളും ബ്ലഡിന് ശേഷം അത് ചെയ്യും. അതെ, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ആത്മാവെന്ന് പറഞ്ഞ പടം റിലീസ് ആയതിനു ശേഷം ബ്ലഡ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഈ ആത്മാവ് തിയേറ്ററിലാണോ അതോ OTT-യിലാണോ, എങ്ങനെയാണ് നിങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തിയേറ്ററിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തിയേറ്ററിൽ ഇറക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് OTT-ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പ്രൊഡക്ഷൻ വർക്ക് നടത്തുന്നുണ്ട്. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടറാണ് എല്ലാം. ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. ഡയറക്ടർ അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ മേഖലയിലും ആളാണ് എല്ലാം 100%. ആൾ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം അല്ലേ? അദ്ദേഹം ഓരോ ഷോട്ടും ഓരോ സീനും ആളുടെ മനസ്സിലുണ്ട്. ആളാണ് ഇത് ഇങ്ങനെ മതി, ഇത് ഇത്ര മതി, അല്ലെങ്കിൽ ഇത്ര വേണം എന്ന് പറയുന്നത് ആളാണ്, ഡയറക്ടറാണ്. ഉണ്ണി എന്നാണ് ആളുടെ പേര്, ഉണ്ണി സുമേഷ് എന്നാണ് ആളുടെ പേര്. ഉണ്ണി ഫിലിംസ് അതിൻ്റെ ബാനറിലാണ് സിനിമ പുറത്തിറങ്ങുന്നത് തന്നെ. അതില് ഈ സിനിമ റിലീസിന് കാത്തു നിൽക്കുമ്പോൾ എന്താണ് താങ്കളുടെ മനസ്സിലുണ്ടാകുന്ന ആ വികാരവും പ്രതീക്ഷയും എന്താണ്? പോയി ഞാൻ എന്താ പറയാ, നമ്മളൊരു സ്വപ്നത്തിൽ നിന്ന് ഒരു സ്വപ്ന ലോകത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വളരെ പ്രതീക്ഷയോടെ നമ്മൾ എന്താ പറയുക ഇതിനെ കുറിച്ച്. ഞാൻ കണ്ടൊരു സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യം വരികയാണ്. അപ്പം അതൊന്ന് എല്ലാവരുടെയും മുമ്പിലേക്ക് അത് എത്തുമ്പോൾ ഒന്നുകൂടി വളരെ സന്തോഷവും. ഒന്നുകൂടി ഇതിനും മേലെ ഇനിയിപ്പോൾ എന്താ പറയാ, നമ്മുടെ ആഗ്രഹങ്ങളെ ഇത് അതിൻ്റെ മാത്രം സ്വപ്നമല്ല, എല്ലാവരുടെയും കൂടി സ്വപ്നമാണ്. ഞങ്ങളെല്ലാവരും സ്വപ്നമാണ്. ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ താങ്കൾക്ക് ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട്. അതായത് ഞാൻ കാലങ്ങളായി കാത്തിരിക്കുന്ന ആ സംഭവം എല്ലാവരിലേക്ക് എത്താൻ പോവാണ്. അല്ല, അതെ, എല്ലാവർക്കും അതെ. പക്ഷെ ചോദ്യം അഖിലിനോടായതുകൊണ്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കി കാണുന്നത്? ചെറുപ്പം മുതലേ നമ്മൾ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. കുറേ ഓഡീഷന് പോയി, അതുപോലെ നമ്മൾ നാടകം ഇതൊക്കെ അഭിനയിച്ചിട്ട് സ്കൂളിൽ നാടകങ്ങൾ ഓഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് പോയി. നമുക്ക് എവിടെയും നമുക്ക് അതിനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ പടത്തിൻ്റെ ഡയറക്ടർ തന്നെ ഒരുപാട് ഓഡീഷനും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആൾക്കും അതുപോലെ തന്നെ ഒരു സ്പേസ് വേണ്ടത്ര സ്പേസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഞങ്ങൾക്കൊരു ചിന്ത വന്നത്, ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ സിനിമ എന്ന് പറയുന്ന ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ സിനിമ, അതായത് മലയാള സിനിമയുടെ പല സെറ്റിൽ നിങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. അവിടുത്തെ അനുഭവങ്ങളും ഈ ലൊക്കേഷനിലെ അനുഭവവും കൂടി നിങ്ങൾക്കൊന്ന് പങ്കുവയ്ക്കാൻ പറ്റും? ഞാൻ ഒരുപാട് ലൊക്കേഷൻ പോയിട്ടുണ്ട്. അതുപോലെ ഡെയിലി ബാറ്റ് കിട്ടിയിട്ട് പോയിട്ടുണ്ട്. അതെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ക്രൂന്ന് വിളിച്ചിട്ട് അവരുടെ ഭാഗമായിട്ട് തന്നെ പന്ത് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. അമ്പലനടയിൽ ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതെ, പക്ഷെ അതുപോലത്തെ ഒരു അനുഭവം എല്ലാവരും ആണ്. ഡയറക്ടറാണെങ്കിലും നമ്മുടെ അത്ര ക്ലോസ് ആയിരുന്നു. പിന്നെ എല്ലാവരും ഒരു കുടുംബം പോലെ ആയിരുന്നു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ അത് റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു. അത് വിജയിക്കണം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ 4 പേര് അറിയണം എന്നൊക്കെയാണ് അതിനെക്കുറിച്ച്. അതാണ് ആഗ്രഹം. ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ പ്ലാനിങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾ ഈ കൂട്ടായ്മ ഒന്നിച്ചിപ്പോൾ വീണ്ടും മുന്നോട്ട് പോകാനാണോ അതോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണോ? ഇനി അവസരങ്ങൾ തേടി മറ്റു പലരെയും അവസാനിപ്പിക്കുന്ന പരിപാടിയില്ല. അവസരങ്ങൾ തേടി എങ്ങനെയാണ് നിങ്ങളുടെ അവസാനമില്ല? അതുപോലെയാണ് പ്രയത്നങ്ങൾക്ക് അവസാനമില്ല. മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു പടത്തിലേക്ക് ആയിട്ട് നമ്മൾ ഇനി പ്ലാനിങ്ങിലാണ് കഴിഞ്ഞു. ഞങ്ങളല്ല, ഡയറക്ടറിൻ്റെ പ്ലാനിങ്ങിലാണ്. അതിൻ്റെ കഥ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയായി വരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങളത് ഓണാക്കും. ഈ പടത്തിലുള്ള കുറവുകളൊക്കെ നമ്മൾ
അടുത്ത പടത്തിൽ എടുക്കുന്നതായിരിക്കും. ഡയറക്ടറിനോട് ഒപ്പം തന്നെ ഉണ്ട്. അതാണ് ഡയറക്ടറാണ് ഞങ്ങളുടെ പിൻബലം. ബല ആളാണ് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. ഇനി ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ പടം നിങ്ങൾ കണ്ടിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഈ കണ്ടു വന്നിരിക്കുമ്പോൾ ഈ സമയത്ത് ആ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടി വരുന്നുണ്ടോ? അത് നിങ്ങളുടെ മറ്റു പഠിക്കാനുണ്ട്. ഞങ്ങളത് തമ്മിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാൽ നിനക്ക് അത് അങ്ങനെ ചെയ്യാമായിരുന്നു. ഭാഗം കിട്ടുമ്പോൾ അപ്പുറത്ത് ചെയ്ത് കഴിഞ്ഞു, ഇപ്പൊ കാണുമ്പോ നമുക്ക് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു തോന്നൽ നമുക്ക് വരുന്നുണ്ട്. സ്വാഭാവികമാണ്, അത് ഉണ്ടാവും. എത്ര ചെയ്ത് വെച്ചാലും കൂടി നമുക്ക് പോരായ നമുക്ക് തോന്നും. അടുത്തൊരു പണം കഴിഞ്ഞാലും നിങ്ങൾ ചിന്തിക്കും അയ്യോ അത് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളത്. പഠിച്ച് കഴിയുന്നില്ല. നമ്മൾ ആദ്യം കാണുന്ന പോലെ അല്ലല്ലോ. നമ്മൾ ആദ്യം പരിചയങ്ങളും കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി വന്നപ്പോൾ നമുക്ക് എല്ലാവരായിട്ടും ഇടപഴകാനും കാര്യങ്ങളും വരുമ്പോൾ പ്രത്യേക മാറ്റങ്ങൾ വരും. നല്ല രീതിയിൽ മാറ്റം. അപ്പൊ നിങ്ങളെ പ്രധാനമായിട്ട് ഇപ്പൊ നിങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. അഗ്രപാളികളിൽ നിങ്ങളെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, ഒരുപാട് ചീറ്റിങ്ങുകളൊക്കെ ഒരുപക്ഷെ അനുഭവിച്ചിട്ട് വന്നിട്ടുണ്ടാവും. ഈ ഓഡീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ വികാരം, അന്നത്തെ സംഭവങ്ങളോ ആദ്യം മുതലേ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്നാണല്ലോ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടാവുക. ആ മൊത്തത്തിൽ അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം എന്താണ്? ഇത് സത്യത്തിന് ഞങ്ങൾക്കൊരു സ്വപ്നമായിരുന്നു ഈ സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളത്. പക്ഷേ ആ മേഖലയിൽ ഒരുപാട് നമ്മൾ ശ്രമിച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക എത്തിപ്പെടാം. നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പടത്തിൽ നമ്മൾ ഈ ടോവിനോടെ ടോവിനോൻ്റെ പടത്തിൽ പോയിട്ടുണ്ട്, ഈ ഋതികാസിൻ്റെ പടത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്. മിനീഷൊക്കെ കാശ് കുറെ കളഞ്ഞിട്ടുണ്ട്. ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇതിന് വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് ഡയറക്ടേഴ്സിന് കാശ് കൊടുക്കുക, അഭിനയിക്കാൻ എന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എവിടെയും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും കൂടി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. അതായത് പലരും ഓഡീഷന് വിളിച്ചിട്ട് പണം വാങ്ങിച്ചിട്ട് ചീറ്റ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഈ പണം വാങ്ങിക്കുകയോ അതുപോലെ പണം മേടിച്ചോട്ടെ, അത് തെറ്റില്ല. അവർക്ക് അവരുടേതായ ചെലവിന് വേണ്ടിയിട്ടായിരിക്കാം പണം മേടിക്കേണ്ടാവുക. പക്ഷെ ആ മേടിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അവസരം കൂടി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അത് മേടിക്കൽ മാത്രം ആവരുത്. നമ്മളെന്ന് മേടിക്കൽ മാത്രമായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. പൈസ മേടിക്കുകയോ പൈസയെ കുറിച്ച് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. ആത്മാവിന് അങ്ങനത്തെ ഒരു പിന്നെ ഉണ്ടെങ്കിൽ പോലും അത് ഞങ്ങളുടെ കൂട്ടായ്മയിലാണ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കൂടി എഫർട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾക്ക് വിഷമില്ല. എനിക്ക് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. ഇനി തുടർന്നും ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കാൻ തന്നെയാണോ ഒരുപാട് സിനിമകൾ അടുത്ത് ഓണം കഴിഞ്ഞ ഒരു സിനിമ ഓണാക്കാണ്. ഡയറക്ടറെ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്, സ്ക്രിപ്റ്റ് മുഴുവനായിട്ടുണ്ട്, ബാക്കി കാര്യം കൂടി ശരിയാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരുപാട് പടങ്ങളിൽ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ എൻ്റെ കഥ നിങ്ങളുടേതും എന്ന് പറയുന്ന സിനിമ അത് അധികം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. എന്നാൽ ഇന്ന് ഇതിൽ നിങ്ങൾ നല്ലൊരു പ്രതീക്ഷ കാണുന്നുണ്ട് ആത്മാവിൽ. ഇത്രയും പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്ന് ഈ വടക്കുന്നാഥൻ്റെ മടിയിലിരുന്ന് നിങ്ങൾ സംസാരിക്കുന്നവര് ലോകത്തിൽ അറിയപ്പെടുന്ന നടന്മാരായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. സന്തോഷം.